പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ നിന്ന് വരുന്നത് വൈറ്റ് ഹൌസിനെ വെട്ടിലാക്കുന്ന വാർത്തകളാണ്. ഇറാന്റെ ഓരോ മിസൈലിനെയും ഓരോ ഡ്രോണിനെയും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? ഞങ്ങൾ 10ൽ 15 മാർക്ക് നൽകുന്ന പ്രകടനമാണ് നടത്തുന്നത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് യുഎസ് സൈനിക തലപ്പത്തുള്ളവർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന രഹസ്യ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ ആസ്ഥാനത്ത് നിന്ന് തന്നെ പുറത്തുവരുന്നത്. ഇറാന്റെ ഡ്രോൺ കൂട്ടങ്ങൾ അമേരിക്കൻ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കുമെന്നും എല്ലാ ഡ്രോണുകളെയും തടയുക എന്നത് അസാധ്യമാണെന്നും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ നിയമസഭാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ വിജയഗീതങ്ങൾക്കിടയിൽ പെന്റഗൺ ജനറൽമാർ ഭയക്കുന്ന ആ സത്യം എന്താണ്? ഇറാന്റെ ഷഹദ് ഡ്രോണുകൾ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ട്? ആ നിഗൂഢമായ ബ്രീഫിംഗിലെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ്. കഴിഞ്ഞ ദിവസം, അതായത് 2026 മാർച്ച് 4-ന് വൈറ്റ് ഹൌസിലെ ടെക്നോളജി എക്സിക്യൂട്ടീവുകളോട് സംസാരിക്കവെ ട്രംപ് പറഞ്ഞത് അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ നിലയിലാണെന്നാണ്. ഇറാന്റെ നേതൃത്വം അതിവേഗം മുന്നേറുകയാണ്. ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒടുവിൽ മരിക്കുന്നു എന്ന ട്രംപിന്റെ പരിഹാസം പുതിയ നേതാവ് മുജ്തബ ഖമീനിയെ ലക്ഷ്യം വെച്ചുള്ളതുകൂടിയായിരുന്നു. യുദ്ധമുന്നണിയിൽ തങ്ങൾ 10ൽ 15 എന്ന റേറ്റിംഗിൽ പ്രവർത്തിക്കുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇതേ സമയം ക്യാപിറ്റോൾ ഹില്ലിലെ അടച്ചിട്ട മുറിയിൽ നടന്ന ബ്രീഫിംഗിൽ ജനറൽ ഡാൻ കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നൽകിയ ചിത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നുള്ളിടത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വാർത്തയുടെ വൈരുദ്ധ്യം ഒളിഞ്ഞുകിടക്കുന്നത്. നിയമനിർമ്മാതാക്കളോട് സൈനിക തലവന്മാർ വെളിപ്പെടുത്തിയ വിവരം അങ്ങേയറ്റം ഗൌരവമാണ്. മേഖലയിലെ യുഎസ് സൈനിക സ്ഥാപനങ്ങൾക്കും ആസ്തികൾക്കുമെതിരെ ഇറാൻ വിക്ഷേപിക്കുന്ന ഓരോ ഡ്രോണും തടയാനോ വെടിവെച്ചിടാനോ അമേരിക്കൻ സേനയ്ക്ക് കഴിഞ്ഞേക്കില്ല എന്നാണ് അവർ സമ്മതിക്കുന്നത്. ദി ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇപ്പോൾ ആയിരക്കണക്കിന് വൺ വേ ആക്രമണ ഡ്രോണുകളാണ് വിന്യസിക്കുന്നത്. മിക്കവയും തടയാൻ കഴിഞ്ഞേക്കുമെങ്കിലും ആക്രമണങ്ങളുടെ അതിഭീമമായ വ്യാപ്തി കാരണം മൊത്തത്തിലുള്ള സംരക്ഷണം പ്രായോഗികമല്ല. ഓരോ ഡ്രോണും നിർത്തുക എന്നത് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സാധ്യമായ കാര്യമല്ലെന്ന് അവർ നിയമസഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇറാന്റെ ഈ ഡ്രോണുകൾ അമേരിക്കൻ പ്രതിരോധത്തിന് ഇത്ര വലിയ തലവേദനയാകുന്നത്? ഉത്തരം സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ്. ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് അവരുടെ വില കുറഞ്ഞ ഷാഹദ് ഡ്രോണുകളെയാണ്. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഈ ഡ്രോണുകൾ വളരെ താഴ്ന്നും താരതമ്യേന സാവധാനത്തിലുമാണ് പറക്കുന്നത്. ഇത് പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും റഡാറുകളുടെയും കണ്ണുവെട്ടിക്കാൻ അവയെ സഹായിക്കുന്നുണ്ട്. വലിയ മിസൈലുകളെ കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾക്ക് ഭൂമിയോട് ചേർന്ന് പറന്നു വരുന്ന ഈ കൊച്ചു ഡ്രോണുകളെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അദൃശ്യരായി തുടരാൻ ഇവയ്ക്ക് സാധിക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വീഴ്ച കൂടിയാണ്. ഈ വെല്ലുവിളി നേരിടാൻ അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ തന്ത്രം മാറ്റുകയാണ്. ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തടയുന്നതിനേക്കാൾ കൂടുതൽ അവ വിക്ഷേപിക്കുന്ന ഉറവിടങ്ങളെ ലക്ഷ്യം വെക്കാനാണ് പെന്റഗൺ തീരുമാനിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെയും പരമ്പരാഗത മിസൈലുകളുടെയും വിക്ഷേപണ സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യ വിവരശേഖരണത്തിനിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിക്ഷേപണത്തിന് മുമ്പ് തന്നെ അവയെ നശിപ്പിക്കുക എന്ന ദൌത്യത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. എങ്കിലും ഇറാൻ തങ്ങളുടെ വിക്ഷേപണ കേന്ദ്രങ്ങൾ സദാ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസിനെ വല്ലാതെ വിയർപ്പിക്കുന്നുണ്ട് എന്നതാണ് മറച്ചുവെക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുത. മുജ്തബ ഖമീനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരുക്കുന്ന പ്രോക്സി യുദ്ധം അമേരിക്കൻ സേനയെ എല്ലാ മുന്നണികളിലും തളച്ചിട്ടിരിക്കുകയാണ്. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് ജനറൽ ഡാൻ കെയ്നിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ഈ ഡ്രോൺ കരുത്തിന്റെ ഉദാഹരണങ്ങളാണ്. ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിച്ച് യുഎസ് പ്രതിരോധത്തെ ശ്വാസം മുട്ടിക്കുന്ന സ്വാം അറ്റാക്ക് രീതിയാണ് ഇറാൻ പയറ്റുന്നത്. ഇത് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കൻ വിമാന ജീവനക്കാർക്ക് അപകടമുണ്ടാക്കാതെ ഇറാന്റെ മിസൈൽ വ്യവസായത്തെ തകർക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചാൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നു. വൈറ്റ് ഹൌസ് കാണിക്കുന്ന ആത്മവിശ്വാസം വെറും രാഷ്ട്രീയ തന്ത്രമാണെന്നും യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യം അങ്ങേയറ്റം കഠിനമാണെന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകൾ അമേരിക്കയുടെ ദശകോടികൾ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അത് ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്.
പശ്ചിമേഷ്യൻ മണ്ണ് ഒരു മഹാവിനാശത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടവും സൈന്യവും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം യുദ്ധത്തിന്റെ നിഗൂഢതയും രഹസ്യ സ്വഭാവവും തന്നെ അനിശ്ചിതത്തിലാക്കുന്നുണ്ട്. ട്രംപിന്റെ 15ാം നമ്പർ റേറ്റിംഗും ജനറൽമാരുടെ അസാധ്യമെന്ന മുന്നറിയിപ്പും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രവാസികൾക്കിടയിലും സഖ്യകക്ഷികൾക്കിടയിലും കടുത്ത ഭീതിയാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ ഷാഹദ് ഡ്രോണുകൾ അമേരിക്കയുടെ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ ആകാശത്ത് പറക്കുന്ന ഈ മരണവാഹകർ ഇനി എത്രത്തോളം നാശം വിതയ്ക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം ഈ യുദ്ധം അമേരിക്കൻ ആത്മവിശ്വാസത്തിനുമേൽ ഇറാൻ നടത്തുന്ന വലിയൊരു പരീക്ഷണമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല.